ഇനി നെക്സ്റ്റ് ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ലീസ് അക്കൗണ്ടിങ് എന്നുള്ള ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഏരിയ എന്ന് പറയുന്നത് ലീസ് അക്കൗണ്ടിങ് തന്നെയാണ്. ലീസ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പം ഓൾറെഡി ഡിഗ്രി ക്ലാസ്സിൽ നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലീസസ് പഠിച്ചിട്ടുണ്ടാകും. ഓപ്പറേറ്റിംഗ് ലീസ്, ഫിനാൻസ് ലീസ്, ദെൻ അതുകൂടാതെ ഒരുപാട് ചെറിയ ടൈപ്പ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ഒക്കെ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ കോൺസെപ്റ്റുകൾ, ഓപ്പറേറ്റിംഗ് ലീസ് എന്താണ്, ഫിനാൻസ് ലീസ് എന്താണ്, സെയിൽ ആൻഡ് ലീസ് ബാക്ക്, ആ ടേംസും ആൻഡ് അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന തിയറി പാർട്ട് വരുന്നുണ്ട്. ഇനി അതുമായിട്ട് ഡിസ്കസ് ചെയ്ത് പുതിയതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇവിടെ IFRS അല്ലെങ്കിൽ ഇന്ത്യ ASൽ ഏത് സ്റ്റാൻഡേർഡാണ് ലീസ് അക്കൗണ്ടിങ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഇന്ത്യ AS 17 ആണ്. അപ്പോൾ അതുമായിട്ട് ഈ ഒരു ഇന്ത്യ ASൽ എങ്ങനെയാണ് ഫിനാൻസ് ലീസും ഓപ്പറേറ്റിംഗ് ലീസും റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നത്, അതിൻ്റെ മെഷർമെൻറ്റ്, ദെൻ പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ, ഫിനാൻസ് ലീസിൻ്റെയും ഓപ്പറേറ്റിംഗ് ലീസിൻ്റെയും റെക്കഗ്നിഷൻ, മെഷർമെൻറ്റ്, ദെൻ പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ ഇൻ ദ ബുക്ക് ഓഫ് ലെസ്സർ ആൻഡ് ലെസ്സി. ഈ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. ഇത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ സാധാരണ വരുന്ന അക്കൗണ്ടിങ് എൻട്രീസ്, ജേണൽ എൻട്രീസ് ആണ്. അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ചെറിയ പ്രോബ്ലം ആണ് വരുന്നത്. അപ്പോൾ അതിന് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് ഈ ഒരു ക്ലാസ്സിൽ എന്തൊക്കെയാണ് ലീസ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അക്കൗണ്ടിങ് ഫോർ ലീസസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് ലീസ് എന്താണ്, തിയറി പാർട്ടിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ചാപ്റ്ററാണിത്. കാരണം ഓപ്പറേറ്റിംഗ് ലീസ് ആൻഡ് ഫിനാൻസ് ലീസ്, അതിൻ്റെ ഡിഫറൻസസ് അത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷേ അതിൻ്റെ ഡിഫറൻസ് കൂടുതൽ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഡിഫറൻസ് ഓപ്പറേറ്റിംഗ് ആൻഡ് ഫിനാൻസ് ലീസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ലീസ് എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത്. ലീസ് ഈസ് ആൻ എഗ്രിമെൻറ്റ് whereby the lessor conveys to the lessee in return for rent the right to use an asset for an agreed period of time. നമ്മൾ സാധാരണ ലീസിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ് എഴുതാറ്. അത് ഈ ഒരു സെൻറ്റൻസിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെച്ചാൽ മതി. സോ ലീസ് ഈസ് ആൻ എഗ്രിമെൻറ്റ്. ഓക്കെ, ലീസ് ഈസ് ആൻ എഗ്രിമെൻറ്റ്. ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ അതിന് 2 പാർട്ടീസ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ വരുന്ന 2 പാർട്ടീസ് എന്ന് പറയുന്നത് ദ ലെസ്സർ ആൻഡ് ലെസ്സി. ലെസ്സർ ആൻഡ് ലെസ്സർ 2 പാർട്ടീസാണ് ഇവിടെ ഇൻവോൾവ് ആയിട്ട് വരുന്നത്, ലെസ്സർ ആൻഡ് ലെസ്സി. ഓക്കെ, ദെൻ ഇൻ റിട്ടേൺ ഫോർ റെൻറ്റ് എന്താണ് ഇവിടെ നമുക്ക് കൺസിഡറേഷനായിട്ട് വരുന്നത്. ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കൺസിഡറേഷൻ ഉണ്ടാകും. ഇവിടെ നമുക്ക് കൺസിഡറേഷനായിട്ട് വരുന്നത് റെൻ്റാണ്, ലീസ് റെൻ്റാണ് വരുന്നത്. ദ റൈറ്റ് ടു യൂസ് ആൻ അസെറ്റ് ഫോർ എൻ എഗ്രീഡ് പീരീഡ് ഓഫ് ടൈം. ഇവിടെ എന്താ ചെയ്യുന്നത്, ലെസ്സർ ലെസ്സി എന്നുള്ള പേഴ്സണിന് അല്ലെങ്കിൽ പാർട്ടിക്ക് ഒരു സർട്ടൻ അസെറ്റ് പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലേക്ക് റെൻറ്റിന് പ്രൊവൈഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അസെറ്റ് യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇൻ റിട്ടേൺ ലെസ്സർക്ക് തിരിച്ചു കൊടുക്കുന്ന പേയ്മെൻറ്റിനെയാണ് നമ്മൾ ലീസ് റെൻ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഈ ഒരു ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അസെറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഡെലിവർ ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന പേഴ്സണിന് പറയുന്ന പേരാണ് ലെസ്സർ. ലെസ്സർ ഈസ് ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ അഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടാകും ഈ ഒരു അസറ്റിൻ്റെ പ്രോപ്പർട്ടിയുടെ ഓണർ എന്ന് പറയുന്നത് ഏത് പേഴ്സൺ ആണെന്ന് ആ ഒരു അഗ്രിമെൻറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ഇനി ഈ ഒരു ഓണർ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഒരു അസറ്റല്ല, അസറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റാണ് എന്ത് ചെയ്യുന്നത്, ലെസ്സർ ലെസ്സിക്ക് പാസ് ചെയ്യുന്നത്. ട്രാൻസ്ഫർ ദ റൈറ്റ് ടു യൂസ് ആൻ അസെറ്റ്. ഓക്കെ, ദെൻ യൂസർ ഓഫ് ദ പ്രോപ്പർട്ടി ഈസ് ലെസ്സി. ലെസ്സി എന്ന് പറയുന്നത് ആ ഒരു അസറ്റ് ലീസ് പീരീഡിലേക്ക് യൂസ് ചെയ്യുന്ന പേഴ്സണിനെ നമ്മൾ ലെസ്സി എന്നാണ് പറയുന്നത്. ദെൻ ലെസ്സിസ് പേയ്സ് ലീസ് റെൻ്റൽസ് പീരിയോഡിക്കലി ടു ദ ലെസ്സർ. അപ്പോൾ എന്താ ചെയ്യുന്നത്, അതിന് ഇൻ റിട്ടേൺ ആയിട്ട് കൊടുക്കുന്ന പേയ്മെൻറ്റ്സിനെ നമ്മൾ ലീസ് റെൻ്റൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് റെൻ്റൽ എന്ന് പറയുന്നത് ഇത് പീരിയോഡിക്കലി നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട്
ഒരു ഹോൾ എമൗണ്ട് പേ ചെയ്യുന്നതിന് പകരം പീരിയോഡിക്കലിയാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത്. പീരിയോഡിക്കൽ പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് തന്നെ ഓപ്പറേറ്റിംഗ് ലീസിനും ഫിനാൻസ് ലീസിനും തമ്മിൽ പേയ്മെൻറ്റിൽ ഡിഫറൻസസ് വരും. ലീസ് റെൻ്റലിൽ ഡിഫറൻസ് വരും. അത് നമുക്ക് ഓരോന്ന് പഠിക്കുമ്പോൾ നോക്കാം. ഓക്കെ, അപ്പോൾ ലീസ് റെൻ്റൽ നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് അവിടെ അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഫിനാൻസ് ചാർജസ്, മെയിൻ്റനൻസ് ചാർജസ് ഒക്കെ കൺസിഡർ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ലീസ് റെൻറ്റ് ഫിക്സ് ചെയ്യുന്നത്. അത് രണ്ട് ലീസിലും ഡിഫറെൻ്റ് ആയിരിക്കും. ദെൻ ലീസ് ടേം ആണ് നെക്സ്റ്റ്. ലീസ് ടേം മീൻസ് ദ ഡ്യൂറേഷൻ ഫോർ വിച്ച് ദ പ്രോപ്പർട്ടി ഈസ് ലെറ്റ് ഔട്ട് ഫോർ ലീസ്. നമ്മൾ എത്ര പീരീഡിലേക്കാണ് ഈ ഒരു അസറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ലീസ് ചെയ്തിരിക്കുന്നത്, ആ ഒരു പീരീഡിനെയാണ് നമ്മൾ ലീസ് ടേം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലീസ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലീസസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ ക്യാൻസലബിൾ ലീസ് വരാം, നോൺ ക്യാൻസലബിൾ ലീസ് വരാം. ദെൻ അതിൽ വരുന്ന ഓരോരോ ടേംസ് ഉണ്ട്. അതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന ടൈമിൽ ഡിസ്കസ് ചെയ്യാം. ഡിഫറെൻറ്റ് ടെർമിനോളജീസ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടാകും. അത് വേണമെങ്കിൽ വായിച്ച് നോക്കിയാൽ മതി. നമുക്കത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്തു പോവാം. ഇപ്പോൾ ലീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ്. അതിൻ്റെ ഡെഫിനേഷൻ എന്താണ്, എന്നിട്ട് അതിൽ വരുന്ന പാർട്ടീസ്, ഇൻവോൾവ് ആയിട്ടുള്ള പാർട്ടീസ് ഏതൊക്കെയാണെന്നുള്ളത് കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ചാപ്റ്ററിൻ്റെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് IAS 17 ആണ്, ഓർ Ind AS 17 നമുക്ക് അക്കൗണ്ടിങ് ഫോർ ലീസസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അത് ഇപ്പോൾ ലീസ് സ്റ്റാൻഡേർഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 16 IFRS 16 ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നെക്സ്റ്റ് പാർട്ടായിട്ട് ചാപ്റ്ററിൽ തന്നെ നെക്സ്റ്റ് പാർട്ടായിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് ലീസ്, അതിൻ്റെ കോൺസെപ്റ്റ്, റവന്യൂ റെക്കഗ്നീഷനൊക്കെ പഠിക്കാനുള്ളത് Ind AS അല്ലെങ്കിൽ IAS 17 ബേസിസിലാണ്. ഓക്കെ, അപ്പം IAS 17 എന്ന് പറയുന്നത്, അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു ലീസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ലെസ്സർ ആൻഡ് ലെസ്സി രണ്ട് പാർട്ടീസിനും വേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ്, അതിൻ്റെ വേരിയസ് അക്കൗണ്ടിങ് പോളിസീസ് എന്തൊക്കെയാണ്, റെക്കഗ്നീഷൻ ആൻഡ് ഡിസ്ക്ലോഷേഴ്സ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് കുറിച്ച് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു IAS 17 ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. 1997 ഈ ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ടും ലീസിനെ രണ്ട് ലീസായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഫിനാൻസ് ലീസ് ആൻഡ് ഓപ്പറേറ്റിംഗ് ലീസ് എന്നായിട്ട് നമ്മൾ രണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ സ്കോപ്പ്, നിങ്ങൾ ഏതൊരു സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്തും അതിൻ്റെ ഒബ്ജക്റ്റീവും സ്കോപ്പുമാണ് നന്നായിട്ട് പഠിക്കേണ്ടത്. പിന്നെ അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന റവന്യൂ റെക്കഗ്നീഷൻ, മെഷർമെൻറ്റ്, ഡിസ്ക്ലോഷർ, പ്രസൻറ്റേഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഓരോ സ്റ്റാൻഡേർഡിലും ചോദിക്കുന്നുണ്ടാവുക, എസ്സേക്ക് ചോദിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതിലും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ലെസ്സർ ആൻഡ് ലെസ്സി രണ്ട് പാർട്ടീസിനും ലീസ് അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ട് വരുന്ന അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് ഡിസ്ക്ലോഷേഴ്സ് കൺവേ ചെയ്യിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ സ്കോപ്പാണ് നെക്സ്റ്റ് എവിടേക്കാണ് നമുക്കിത് അപ്ലൈ ചെയ്യാൻ കഴിയുക, ഈ ഒരു അക്കൗണ്ടിങ് ഫോർ ലീസസ്. The standard is applies to all leases other than lease agreements for minerals, oils, natural gas and similar regenerative resources, and licensing agreements for films, videos, plays, manuscripts, patents, copyrights and similar items. അപ്പോൾ ഇതിൽ ഇത്രയും ഐറ്റംസ് എക്സ്ക്ലൂഡഡ് ആണ്. അപ്പോൾ അതായത് അതല്ലാതെ വരുന്ന ബിസിനസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഏതൊരു പ്രോപ്പർട്ടിക്കും ഈ ഒരു ലീസ് അക്കൗണ്ടിങ് ആപ്ലിക്കബിൾ ആണ്. ഇതിൽ വരുന്ന പോളിസീസ് ആപ്ലിക്കബിൾ ആണ്. ഇതുകൂടാതെ ചില ബയോളജിക്കൽ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലിവിങ് സ്റ്റോക്ക് പോലത്തെ നാച്ചുറൽ അസറ്റ്സ്, അത്തരം ബയോളജിക്കൽ അസറ്റ്സിനും ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിക്കും ഈ ഒരു ആക്ട്, ഈ ഒരു സ്റ്റാൻഡേർഡ് ആപ്ലിക്കബിൾ അല്ല. അതല്ലാതെ വരുന്ന മറ്റേതൊരു പ്രോപ്പർട്ടീസ് ആണെന്നുണ്ടെങ്കിലും അതിന് നമുക്ക് Ind AS അല്ലെങ്കിൽ IAS ആപ്ലിക്കബിൾ ആയിരിക്കും. ഇനി സാധാരണ നമുക്ക് ലീസ് ഫോളോ ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് ടെക്സ്റ്റിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അതിൽ നോക്കിയിട്ട്
പഠിച്ചാൽ മതി. അഡ്വാൻറ്റേജസ് ഓഫ് ലീസിങ്, ലെസ്സർക്കും ലെസ്സിക്കുമുള്ള അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് പഠിച്ചു വെക്കണം. സാധാരണ നമുക്കറിയാം ലീസിന് നമ്മൾ ഒരു അസറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഓൺ ചെയ്യാതെ അതിനെ യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ലെസ്സിക്ക് ഉണ്ടാകുന്ന മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ തന്നെ അസറ്റ് യൂസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ള അഡ്വാൻറ്റേജാണ് ലെസ്സിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ലെസ്സർക്കാണെന്നുണ്ടെങ്കിൽ ഒരു റെഗുലറായിട്ടുള്ളൊരു ഇൻഫ്ലോ കിട്ടുന്നു എന്നുള്ളതാണ് ലെസ്സർക്കുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് അതുകൂടാതെ കോമൺ ആയിട്ട് രണ്ട് പാർട്ടീസിനും ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നതൊക്കെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നതാണ്. ലീസ് റെൻ്റൽ എന്ന് പറയുന്നത് ഒരു ടാക്സ് ഡിഡക്റ്റിംഗ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരും, അത് ഒന്ന് നോക്കി വെക്കുക. ഇനി നമുക്ക് മെയിനായിട്ട് ഈ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലേക്ക് നമുക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ജസ്റ്റ് ലീസസ് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് നമുക്ക് ഈ ബേസിക്കായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ വേണ്ട നോളജ്. ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് എന്നുള്ള രീതിയിൽ ഇവിടെ നമുക്ക് ഏതൊക്കെ ലീസാണെന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് വരുന്ന ലീസ് എന്ന് പറയുന്നത് ഫിനാൻസ് ലീസാണ്. ഫിനാൻസ് ലീസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ലീസാണ്. ഇതിനെ നമുക്ക് ഫുൾ പേ ഔട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലീസ് എന്ന് കൂടെ ചിലപ്പോൾ പറയാം. പക്ഷേ നമ്മൾ കോമൺലി ഫിനാൻസ് ലീസ് എന്നാണ് ഇതിനെ വേർഡാണ് യൂസ് ചെയ്യുന്നത്. ഹിയർ ദ ലെസ്സർ ട്രാൻസ്ഫർ സബ്സ്റ്റാൻഷ്യലി ഓൾ ദ റിസ്ക് ആൻഡ് റിവാർഡ് റിലേറ്റഡ് ടു ദ അസറ്റ് ടു ദ ലെസ്സി. ഓക്കെ, ഇവിടെ ലെസ്സർ അല്ലെങ്കിൽ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ സബ്സ്റ്റാൻഷ്യലി ഓൾ ദ റിസ്ക് ആൻഡ് റിവാർഡ്സ് റിലേറ്റഡ് ടു ദ അസറ്റ്. അസറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ റിസ്ക്കും റിവാർഡും, അസറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന റിസ്ക് എന്ന് പറയുമ്പം എന്താണ്ടാവുക, അസറ്റ് വഴി വരുന്ന ലോസസ് അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് ചാർജ്. അസറ്റ് നമുക്ക് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ചിലപ്പോൾ എന്ത് വരാം, റിപ്പയറിങ് ചാർജസ് വരാം, അതിൻ്റെ മെയിൻ്റനൻസ് ചാർജസ് വരാം. അത്തരത്തിൽ എന്തെങ്കിലും എൻ്റെ അസറ്റിൻ്റെ ഫെയിലിയർ റിലേറ്റഡ് ആയിട്ട് വരുന്ന റിസ്ക്, അത്തരത്തിൽ എല്ലാ റിസ്ക്കും ആൻഡ് അതിൽ നിന്ന് കിട്ടാവുന്ന ബെനിഫിറ്റ്സ് റിവാർഡും എന്താ ചെയ്യുന്നത്, ഇവിടെ ലെസ്സർ ലെസ്സിക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഓക്കെ, അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതോടൊപ്പം തന്നെ അസറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ റിസ്ക്കും റിവാർഡും ലെസ്സർ ലെസ്സിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു എഗ്രിമെൻറ്റിനെയാണ് ഫിനാൻസ് ലീസ് എന്ന് പറയുന്നത്. Here the transfer of ownership of asset to lessee at the end of lease term. ഇനി നമ്മൾ പറഞ്ഞു ഒരു ലീസ് ടേം എന്ന് പറയുന്നത് ഒരു സർട്ടൻ അക്കൗണ്ടിങ് പീരീഡിലേക്കാണ് നമ്മൾ പ്രോപ്പർട്ടി റെൻറ്റ് ചെയ്യുന്നത്. ആ ഒരു പ്രോപ്പർട്ടീൻ്റെ ലീസ് പീരീഡ് അല്ലെങ്കിൽ ലീസ് ടേം എൻഡ് ചെയ്യുന്ന സമയത്ത് ഫിനാൻസ് ലീസിലുള്ളൊരു പ്രൊവിഷൻ എന്ന് പറയുന്നത് ലെസ്സിക്ക് ആ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, ലീസ് ടേം എൻഡ് ചെയ്യുന്ന സമയത്ത് ലെസ്സിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഓണർഷിപ്പ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർ ചെയ്യാം ഇഫ് ഹി പർച്ചേസ് ദ അസറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു ലീസ് ടേമിൽ ഓണർഷിപ്പ് റിറ്റെയിൻസ് വിത്ത് ദ ലെസ്സർ, ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ലീസ് ടേം ദ ഓണർഷിപ്പ് ഓഫ് ദ അസറ്റ് ഈസ് ട്രാൻസ്ഫർ ടു ലെസ്സി. ദെൻ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ദ ലെസ്സി ഹാസ് ദ ഓപ്ഷൻ ടു പർച്ചേസ് ദ അസറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യാണ്, ഈ ഒരു ലീസ് പീരീഡ് എൻഡ് ചെയ്യുന്ന സമയത്ത്, ലീസ് ടേം എൻഡ് ചെയ്യുന്ന സമയത്ത് ലെസ്സി ഹാസ് ദ ഓപ്ഷൻ ടു പർച്ചേസ് ദ അസറ്റ്. ഓക്കെ, ഇനി പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ നോക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് പർച്ചേസ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ, അതായത് ലെസ്സി പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ, ആ ഒരു അസറ്റിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ എന്താണോ അതിലും കുറഞ്ഞ വിലയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെസ്സിക്ക് ഈ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്, ഈ ഒരു ഫിനാൻസ് ലീസിൽ ഉള്ളത്. അപ്പം ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഓണർഷിപ്പ് ഓഫ് ദ അസറ്റ് ലീസ് പീരീഡിൽ ലെസ്സർക്കാണെന്നുണ്ടെങ്കിലും ലീസ് പീരീഡ് എൻഡ് ചെയ്യുന്ന സമയത്ത് അത് ലെസ്സിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ആൻഡ് അറ്റ് ദ എൻഡ് ലെസ്സി പർച്ചേസ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കുറഞ്ഞ വിലയ്ക്കായിരിക്കും പർച്ചേസ് ചെയ്യാൻ കഴിയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിൻ്റ്, ലീസ് ടേം ഈസ് ഫോർ മേജർ പാർട്ട് ഓഫ് ദ എക്കണോമിക് ലൈഫ് ഓഫ് അസറ്റ്. എന്താണ്, അസറ്റിൻ്റെ സാധാരണഗതിയിൽ
അസറ്റിന് എത്രയാണോ നോർമൽ എക്കണോമിക് ലൈഫ് വരുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 5 ഇയറിലേക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു അസറ്റാണെന്ന് വയ്ക്കുക. ഈ ഒരു 5 ഇയറിലേക്ക് തന്നെയായിരിക്കും നമ്മൾ ഈ അസറ്റ് ലീസ് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ ലീസ് ടേം എന്ന് പറയുന്നത് അസറ്റിൻ്റെ എക്കണോമിക് ലൈഫ് എത്രയാണോ അത്ര തന്നെ ആയിരിക്കും, ഈക്വൽ ആയിട്ടായിരിക്കും എന്ത് വരുന്നത്, ലീസ് ടേം വരുന്നത്. അതായത് മോർ ദാൻ 1 ഇയർ എന്തായാലും വരും. അപ്പോൾ ലോങ് പീരീഡിലേക്കാണ് സാധാരണഗതിയിൽ ഫിനാൻസ് ലീസിൽ എൻ്റർ ചെയ്യുന്നത്. ദെൻ ലെസി ക്യാൻ ഓൺലി യൂസ് ദ അസറ്റ്. പിന്നെ എന്താണ് പറയുന്നത്, അസറ്റ് നമുക്ക് ലെസിക്ക് ഈ ഒരു ലീസ് പീരീഡിൽ യൂസ് ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. ഇനി മോഡിഫിക്കേഷൻസ് വരുത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, അത് ലെസർക്ക് മാത്രമേ പറ്റുള്ളൂ. ഓൺലി ലെസി ക്യാൻ യൂസ് ദ അസറ്റ് ഡ്യൂറിങ് ദ ലീസ് പീരീഡ്. ഓക്കെ, ഇനി അതുകൂടാതെ ലെസിക്ക് ഈ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ലീസ് ക്യാൻസൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യേണ്ടി വരും, ലെസറുടെ പെർമിഷൻ വേണം. ഇനി ഇൻ കേസ് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഈ ലീസ് ടേം കഴിയുന്നതിനുള്ളിൽ തന്നെ ലെസ്സി ഈ ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുവഴി ലെസർക്ക് വരുന്ന ലോസസ് ലെസ്സിയാണ് ബിയർ ചെയ്യേണ്ടത്. ഓക്കെ, ഓൾറെഡി ഓൾ റിസ്ക് ബിയർ ചെയ്യുന്നത് ലെസ്സിയാണ് അണ്ടർ ഫിനാൻസ് ലീസ്. അത് ഫിനാൻസ് ലീസിൻ്റെ മെയിൻ ഫീച്ചറാണ്. അതുകൂടാതെ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുന്നത് വഴി എന്തെങ്കിലും ലോസ് ലെസർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതും ലെസ്സി ബിയർ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി അതല്ലാതെ റിവാർഡ്സ് വരികയാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. റിവാർഡ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ പറഞ്ഞു മാർക്കറ്റ് പ്രൈസിനേക്കാളും അല്ലെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാളും കുറഞ്ഞ വിലയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, എൻഡിൽ ലെസ്സി ഈ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി വരുന്ന ഗെയിൻ ആണെന്നുണ്ടെങ്കിലും ലോസ് ആണെന്നുണ്ടെങ്കിലും അതും ആർക്കാണ്, ലെസ്സിക്ക് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഫിനാൻസ് ലീസിനെ കുറിച്ച് നമുക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. സാധാരണഗതിയിൽ ലോങ് ടേമിലേക്ക് എടുക്കുന്ന ഒരു ലീസാണ് ഫിനാൻസ് ലീസ് എന്ന് പറയുന്നത്. ഫിനാൻസ് ലീസിൻ്റെ സമയത്ത് ഓണർഷിപ്പ് മാത്രമാണ് ലെസ്സർക്ക് ഉണ്ടാവുക, ലെസ്സിയാണത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് തന്നെ ലെസ്സിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ഇതൊരു അസറ്റായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേസമയം ലീസ് റെൻറ്റ് കൊടുക്കുക എന്നുള്ളത് നമുക്കൊരു ലയബിലിറ്റിയാണ്. എല്ലാ മന്തും അല്ലെങ്കിൽ എല്ലാ ഇയറും റെൻറ്റ് പേ ചെയ്യുക എന്നുള്ളതൊരു ലയബിലിറ്റിയാണ്. അപ്പോൾ ഈ ഒരു റെൻറ്റ് എന്ന് പറയുന്നത്, ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റി ആയിട്ടും ലെസ്സി ബാലൻസ് ഷീറ്റിൽ കാണിക്കും. അതേസമയം അസറ്റ് സൈഡിലും കാണിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ലീസാണ്. ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ലീസിൻ്റെ ഓപ്പോസിറ്റാണ്. ഇവിടെ റിസ്ക് ആർക്ക് തന്നെയാണ്, അസറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ പോലും റിസ്ക് എന്ന് പറയുന്നത് ഓണർക്ക് തന്നെ അല്ലെങ്കിൽ ലെസർക്ക് തന്നെ റീറ്റെയിൻ ചെയ്യുന്ന ലീസിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത്. It is a contract wherein the lessor allows the lessee to use the asset for a particular period without transferring the ownership right. ഓക്കെ, അപ്പം ഇവിടെ ഇവിടെ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം അതിൻ്റെ എല്ലാ റിവാർഡ്സ് ആൻഡ് റിസ്ക് എന്ന് പറയുന്നത് ബിയർ ചെയ്യുന്നത് ഓണർ തന്നെയായിരിക്കും. ഓക്കെ, അതായത് കഴിഞ്ഞ ഫിനാൻസ് ലീസിനെ അപേക്ഷിച്ചുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇൻ കേസ് അസറ്റിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് മെയിൻ്റനൻസ് ചാർജ്, അസറ്റിന് ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ മെഷീനറി ആണെന്ന് വയ്ക്കുക, അതിനൊരു ബ്രേക്ക് ഡൗൺ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഫിനാൻസ് ലീസിനാണെങ്കിൽ അങ്ങനെ വരുന്ന റിപ്പയറിങ് ചാർജൊക്കെ യൂസ് ചെയ്യുന്ന പേഴ്സൺ, അതായത് ലെസ്സി ആയിരുന്നു പേ ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ഓപ്പറേറ്റിംഗ് ലീസിൽ വരുന്ന സമയത്ത് റിപ്പയറിങ് ചാർജസ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അത് ലെസ്സർ തന്നെയാണ് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ വരുന്ന നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ലീസ് ടേം റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ ലീസ് പീരീഡ് വരുന്നതാണ്. ലീസ് പീരീഡ് എന്ന് പറയുന്നത് ഫിനാൻസ് ലീസിൽ നമ്മൾ പറഞ്ഞു നോർമലി എക്കണോമിക് ലൈഫ് ഓഫ് അസറ്റ് എത്രയാണോ അത്ര തന്നെയാണ് ഫിനാൻസ് ലീസിൻ്റെ ലീസ് ടേമും വരുന്നത്. എന്നാൽ അതേസമയം ഓപ്പറേറ്റിംഗ് ലീസിൽ എത്രയാണോ നോർമൽ എക്കണോമിക് ലൈഫ് അതിനേക്കാൾ കുറവായിരിക്കും, ഷോർട്ടർ പീരീഡിലേക്കാണ് ഓപ്പറേറ്റിംഗ് ലീസിൽ എൻ്റർ ചെയ്യുന്നത്. അപ്പം ഒരു അസറ്റിൻ്റെ എക്കണോമിക് ലൈഫ് എൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ലീസ് കോൺട്രാക്റ്റ് നമ്മൾ
സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചെറിയ പീരീഡിലേക്ക്, നോർമലി ലെസ് ദാൻ 1 ഇയറിലേക്കൊക്കെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ലീസിൽ എൻ്റർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി വരുന്ന എക്കണോമിക് ലൈഫ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത് റിമെയിൻ ചെയ്ത് കിടക്കുന്നുണ്ട്. ആ ഒരു പാർട്ട് നമുക്ക് മറ്റ് ലീസ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം. അതായത് എ എന്നുള്ളൊരു പാർട്ടിയായിട്ട് ലെസ്സർ അല്ലെങ്കിൽ ഓണർ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു, ഒരു ഓപ്പറേറ്റിംഗ് ലീസ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു. അസറ്റിൻ്റെ നോർമൽ വാല്യൂ 5 ഇയർ ആണെന്ന് വയ്ക്കുക. അപ്പോൾ 1 ഇയറിലേക്കാണ് ഫസ്റ്റ് പാർട്ടിയായിട്ട് എ ആയിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തതെങ്കിൽ 1 ഇയർ കഴിഞ്ഞാൽ ആ ഒരു പീരീഡ് കഴിഞ്ഞു. പിന്നെയും 4 ഇയറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അസറ്റ് യൂസ് ചെയ്യാം. അത്രയും നമുക്ക് ഈ ഒരു അസറ്റിന് കപ്പാസിറ്റി ഉണ്ട്. ഈ 4 ഇയറിലേക്ക് നമുക്ക് ന്യൂ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം. മറ്റ് പാർട്ടീസായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ നോർമൽ എക്കണോമിക് ലൈഫ് ഓഫ് അസറ്റ് എൻഡ് ചെയ്യുന്നത് വരെ നമുക്ക് ഡിഫറെൻറ്റ് പാർട്ടീസുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ലീസിൽ എൻ്റർ ചെയ്യാമെന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അങ്ങനെ എത്രത്തോളം നമുക്ക് നമ്മളുടെ അസറ്റിൻ്റെ കോസ്റ്റ് റിക്കവർ ചെയ്യാൻ എത്രത്തോളം പേഴ്സൺ അല്ലെങ്കിൽ പാർട്ടീസുമായിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റുമോ അത്രയും നമുക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനാണ് ഓപ്പറേറ്റിംഗ് ലീസിൽ വരുന്നത്. Then lease term is shorter than the economic life of asset and lessor also provide additional service if needed. ഇനി എന്താണ്, ഫിനാൻസ് ലീസിനെ അപേക്ഷിച്ച് ഓപ്പറേറ്റിംഗ് ലീസിനുള്ള മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് അഡീഷണൽ സർവീസസ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്ത് നമുക്ക് അഡീഷണൽ ഒരു വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡീഷണലി നമുക്ക് വരുന്ന സർവീസ് എന്തെങ്കിലും 3 ഇയറിലേക്ക് നമുക്ക് ചെയ്തു തരാം എന്നുള്ളൊരു സർവീസ് നമുക്ക് തരുന്നുണ്ട്. അതുപോലെ നമുക്കൊരു സർവീസിനോടൊപ്പം തന്നെ അതിന് റിപ്പയറിംഗ് ആയിട്ട് എന്തെങ്കിലും പേർപ്പസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യാം എന്നുള്ളൊരു പ്രൊവിഷൻ കൂടെ ലെസ്സർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ലെസ്സർ ഓൾസോ പ്രൊവൈഡ് അഡീഷണൽ സർവീസസ് ഇഫ് നീഡഡ് ഓർ മെയിൻ്റനൻസ് സർവീസസ്. ദെൻ ലെസ്സർ ഓൾവേസ് റീറ്റെയിൻ ഓണർഷിപ്പ്. ഫിനാൻസ് ലീസിലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്, ഈ ഒരു ലീസ് പീരീഡ് എൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ലെസ്സിക്ക് ആ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ ഓപ്പറേറ്റിംഗ് ലീസ് കോൺട്രാക്റ്റ് എൻഡ് ചെയ്യുന്ന സമയത്ത് ഓണർഷിപ്പ് എന്ന് പറയുന്നത് ലെസ്സർക്ക് തന്നെയാണ് ഉണ്ടായിരിക്കുക. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, അസറ്റ് നമുക്ക് ഓണർഷിപ്പ് ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഇവിടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ ലെസ്സിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഇത് ജസ്റ്റ് നമ്മളൊരു റെൻ്റൽ പേയ്മെൻറ്റ് പോലെ മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാലൻസ് ഷീറ്റിൽ അസറ്റോ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റീസോ ഒന്നും തന്നെ ബാലൻസ് ഷീറ്റിൽ ലെസ്സി കാണിക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ ഏതൊക്കെ റെൻ്റാണോ പേ ചെയ്യുന്നത് അത് നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റെൻ്റ് എന്നുള്ള രീതിയിൽ സാധാരണ എക്സ്പെൻസ് പോലെ തന്നെ ഡെബിറ്റ് ചെയ്യുക എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ഓപ്പറേറ്റിംഗ് ലീസിൻ്റെ കേസിൽ വരുന്നത് ഇൻ കേസ് ഓഫ് ലെസ്സി. ബാക്കി ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സസിലൊക്കെ ആയിട്ടാണ് നോക്കാനുള്ളത്, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻസ് ലീസും ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത് ഇത്രയാണ്. 2 ടേംസ് നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയാണ്. ഫിനാൻസ് ലീസിൻ്റെ ടേമും കാര്യങ്ങളും ആദ്യം നോക്കുക. ടേം എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ലീസിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും, കുറച്ചുകൂടെ വൈഡർ ആയിട്ടുള്ള ടേമിലേക്കാണ് നമ്മൾ ഫിനാൻസ് ലീസ് ചെയ്യുന്നത്. അതേസമയം ഓപ്പറേറ്റിംഗ് ലീസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ച് ഷോർട്ടർ പീരീഡിലേക്കാണ് ഓപ്പറേറ്റിംഗ് ലീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ടൈപ്പ് കൂടെ ഉള്ളത് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ആണ്. ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് അത്ര പഠിക്കാനില്ലെങ്കിലും ഒരു ടൈപ്പ് തന്നെയാണ്. ഷോർട്ട് മാർക്സിനൊക്കെ വരാവുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ലെസ്സി സെൽസ് ഹിസ് അസറ്റ് ഓർ എക്യുപ്മെൻറ്റ് ടു ദ ലെസ്സർ വിത്ത് ആൻ അഡ്വാൻസ്ഡ് എഗ്രിമെൻറ്റ് ഓഫ് ലീസിംഗ് ബാക്ക് ടു ദ ലെസ്സി ഫോർ ഫിക്സ്ഡ് ലീസ് റെൻ്റൽ പീരീഡ്. അതായത് ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ ഒരു ഡയറക്റ്റ് ലീസിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ഓൺ ചെയ്യുന്ന അസറ്റ് തന്നെ ആയിരിക്കണം എന്നില്ല മറ്റൊരു പാർട്ടിക്ക് നമ്മൾ റെൻറ്റിന് കൊടുക്കുന്നത്.
ഓക്കെ, ഇപ്പോൾ ലെസ്സിക്ക് ഒരു അസറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റെൻറ്റിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിയൽ ഓണർ എന്ന് പറയുന്നത് ലെസ്സർ തന്നെ ആവണമെന്നില്ല. മറ്റ് പാർട്ടീസിൻ്റെ അടുത്തുനിന്ന് റെൻറ്റിന് എടുത്തിട്ട് അത് നമ്മളുടെ ലെസ്സിക്ക് നമുക്ക് റെൻറ്റിന് കൊടുക്കാം. എന്നിട്ട് ലെസ്സിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന റെൻറ്റ് നമുക്ക് നമ്മളുടെ ഒറിജിനൽ ഓണർക്ക് പേ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ സാധാരണഗതിയിൽ ഡയറക്റ്റ് റെൻറ്റിൽ 3 അല്ലെങ്കിൽ അതിൽ കൂടുതലോ പാർട്ടീസ് എൻ്റർ ആയിരിക്കാം. പക്ഷേ ഈ ഒരു സെയിൽ ആൻഡ് ലീസ് ബാക്ക് പോളിസിയിൽ 2 പാർട്ടീസ് മാത്രമേ എൻ്റർ ആവുള്ളൂ. ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ നമ്മളുടെ the lessee sell his asset or equipment to the lessor. Lessee means a person who uses the asset. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അസറ്റ് യൂസ് ചെയ്യുന്ന പേഴ്സണെയാണ് ലെസ്സി എന്ന് പറയുന്നത്. ലെസ്സി എന്ത് ചെയ്യാണ്? അവരുടെ അസറ്റ്, ഒറിജിനൽ അസറ്റ് ലെസ്സർക്ക് സെല്ല് ചെയ്യാണ്. ഓക്കെ, ആക്ച്വൽ സെല്ല് ചെയ്യാണ് to the lessor with an advanced agreement of leasing back to the lessee. എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു അഡീഷണൽ എഗ്രിമെൻറ്റ് വെക്കുന്നത് എന്താണ്? അത് തിരിച്ച് ലീസ് ചെയ്യാം. തിരിച്ച് നമ്മൾ ആരാണോ ഇത് സെയിൽ ചെയ്തിട്ടുള്ളത് അവർ തന്നെ തിരിച്ച് ലീസ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെല്ല് ചെയ്യുന്നത് ഇവിടെ. വിത്ത് ആൻ അഡീഷണൽ എഗ്രിമെൻറ്റ് ഓഫ് ലീസിങ് ബാക്ക് ടു ദ ലെസ്സി ഫോർ എ ഫിക്സ്ഡ് ലീസ് റെൻ്റൽ പീരിയഡ്. എന്നിട്ട് സാധാരണ നമ്മൾ എന്ത് ചെയ്യും? ലീസ് റെൻറ്റ് മന്ത്ലി അല്ലെങ്കിൽ പീരിയോഡിക്കലി പേ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ. ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്, നമുക്ക് സാധാരണഗതിയിൽ ഒരു അസറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഓൺ ചെയ്ത് യൂസ് ചെയ്യണം എന്നില്ല. നമുക്കൊരു അസറ്റ് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓൺ ചെയ്യണമെന്നില്ല, നമുക്കത് റെൻറ്റിന് യൂസ് ചെയ്യും. റെൻറ്റിന് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, മുന്നേ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. എന്താണ്, നമ്മൾ റെൻറ്റിനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ റെൻ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ടാക്സ് സേവിങ് എക്സ്പെൻസാണ്. നമുക്ക് ലീസ് റെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ടാക്സ് സേവിങ് ആയിട്ടുള്ള പേർപ്പസിനാണ്. അപ്പോൾ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ബെനിഫിറ്റിനേക്കാൾ കൂടുതലായിരിക്കും നമ്മൾ ഡെപ്റ്റിന് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ബെനിഫിറ്റ് അവൈൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് എന്നുള്ള ഒരു പോളിസി കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ബിസിനസ് കൺസേൺ, ഒരു ബിസിനസ് എൻറ്റിറ്റിക്ക് അസറ്റ് കയ്യിലുണ്ട്, ഒരു മെഷീനറി കയ്യിലുണ്ട്, പക്ഷേ ആവശ്യത്തിന് ഫണ്ട് ഇല്ലയെന്ന് വെക്കുക. ബിസിനസ് റൺ ചെയ്യുന്നതിന് വേണ്ടി വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യത്തിനില്ല എന്ന് വെക്കുക. അപ്പോൾ ഈ ഒരു ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി ഔട്ട്സൈഡായിട്ടുള്ള സോഴ്സസ് യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇവർക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ കയ്യിലുള്ള മെഷീനറി തന്നെ പുറത്തുള്ള ഒരാൾക്ക് സെയിൽ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ബിസിനസ്സിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് എന്ത് ചെയ്യാം? ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലുള്ള ഇൻകം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളുടെ അസറ്റ് വിറ്റിട്ട് കിട്ടുന്ന എമൗണ്ടോട് നമുക്ക് ബിസിനസ് റൺ ചെയ്യാനുള്ള എമൗണ്ട് കിട്ടും. പക്ഷേ ഈ വിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സെയിൽ ആൻഡ് ലീസ് ബാക്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സെയിൽ ചെയ്യുന്ന പേഴ്സൺ എന്ന് പറയുന്നത്, തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ബിസിനസ്സിന് നോൺ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും. ആൻഡ് ഈ നോൺ പേഴ്സൺ എന്ത് ചെയ്യും? തിരിച്ച് ഇവർക്ക് ഈ ഒരു അസറ്റ് ലീസിന് പ്രൊവൈഡ് ചെയ്യും. ഇവർക്ക് അപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അസറ്റ് കണ്ടിന്യൂസ്ലി ഫ്യൂച്ചർ പീരീഡിൽ യൂസ് ചെയ്യാനും കഴിയും. കറൻ്റ്ലി ആവശ്യമുള്ള ഫണ്ട് ഇത് സെയിൽ ചെയ്യുന്നത് വഴി കിട്ടുന്നതിനും കഴിയുന്നുണ്ട്. അപ്പോൾ ചീപ്പസ്റ്റ് സോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഫണ്ട് റേസ് ചെയ്യാനും കഴിയുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അസറ്റ് നമുക്ക് യൂസ് ചെയ്യാനും കഴിയുന്നുണ്ട്. അപ്പം സെയിൽ ആൻഡ് ലീസ് ബാക്കിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനത്തെ മെത്തേഡാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്? സെയിൽ ആൻഡ് ലീസ് ബാക്ക്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇതാണ്. ചീപ്പസ്റ്റായിട്ട് നമുക്ക് ഫണ്ട് അവൈൽ ചെയ്യുക, അതേസമയം തന്നെ അസറ്റ് യൂസ് ചെയ്യാനും കഴിയുക എന്നുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇത് സാധാരണ നമ്മൾ ഡ്യൂറബിൾ ഗുഡ്സിൽ, ക്യാപിറ്റൽ ഗുഡ്സ് വെച്ചുകൊണ്ടാണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ചെയ്യുന്നത്. കാരണം കുറേ പീരീഡിലേക്ക് കവർ ചെയ്യുന്ന രീതിയിലാണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള മെയിൻ അഡ്വാൻറ്റേജ്, ലെസ്സിക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒന്നാമത്തത് റെൻ്റാണ്. ലീസ് റെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് വഴി ടാക്സ് ഡിഡക്റ്റ് ചെയ്യാൻ കഴിയും. അതുകൂടാതെ ഇപ്പോൾ അസറ്റ് നമ്മൾ കയ്യിൽ വെച്ച് അതിൻ്റെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യേണ്ടി വരും? അതിനും നമ്മൾ ടാക്സ് പേ ചെയ്യണം. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ
അത്തരത്തിൽ വരുന്ന ക്യാപിറ്റൽ അപ്രിസിയേഷനെ കുറിച്ചിട്ടും നമ്മൾ ബോധർ ആവേണ്ട ആവശ്യമില്ല. കാരണം നമ്മളത് സെയിൽ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമ്മളത് റെൻറ്റിന് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത്തരത്തിൽ ക്യാപിറ്റൽ അപ്രിസിയേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന ടാക്സിനെ കുറിച്ച് നമ്മൾ ബോധേഡ് ആവേണ്ട. റെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ടാക്സ് ഡിഡക്റ്റ് ചെയ്യാൻ കഴിയുന്നൊരു എക്സ്പെൻസാണ്. അതുകൂടാതെ നമുക്കിത് സെയിൽ ചെയ്ത് കിട്ടുന്ന എമൗണ്ടിന് നമുക്ക് ചീപ്പസ്റ്റ് സോഴ്സാണ്. നമ്മളുടെ ബിസിനസ്സിൽ റീഇൻവെസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് മറ്റ് ചെറിയ അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിനാണ് എന്താണോ നമ്മളുടെ പർപ്പസ് അത് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനും കഴിയും. അറ്റ് ദ സെയിം ടൈം ഇത് വാങ്ങുന്ന ഇൻവെസ്റ്റർക്ക് അല്ലെങ്കിൽ ലെസ്സർക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവർക്കൊരു ഫെയർ റിട്ടേൺ കിട്ടുകയാണ് അല്ലേ. ഇത് ഈ ഒരു അസറ്റ് യൂസ് ചെയ്യുന്നത് വഴി ഫെയർ റെൻറ്റ് കിട്ടുന്നത് ലെസ്സർക്കാണ്. അപ്പോൾ അവർക്ക് സ്റ്റഡി ആയിട്ട് ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈമിലേക്ക് ഫെയർ റിട്ടേൺ, ഫിക്സ്ഡ് റിട്ടേൺ കിട്ടുക എന്നുള്ളതാണ് ഇൻവെസ്റ്റർക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതാണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് എന്ന് പറയുന്നത്. ആ ഒരു കോൺസെപ്റ്റ് എന്താണ്, അതിനെക്കുറിച്ച് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ള ഒരു ഏരിയ നോക്കി വെച്ചാൽ